കഴിഞ്ഞ ദിവസം ഒരു വ്യക്തി എൻ്റെ അരികിൽ വന്ന് സംസാരിക്കാൻ വേണ്ടി കടന്നു. അവരൊരു പുതിയ കാറ് വാങ്ങിച്ചു. കാറ് വാങ്ങിച്ചതിന് ശേഷം വീട്ടുകാരെല്ലാവരും കൂടി ഒരു പിക്നിക്ക് പോയി. അവിടെ വെച്ച് ആ കാറിൻ്റെ പുറകിൽ വന്ന് ഒരു വണ്ടി ഇടിച്ചു. കാറ് പുതിയ വണ്ടിയാണ്. വണ്ടി അതിനുശേഷം വർക്ക്ഷോപ്പിൽ കയറ്റി എല്ലാം ശരിയാക്കി തിരിച്ച് വീട്ടിലേക്ക് വരുന്നതിൻ്റെ ആ വളവെത്തിയപ്പോഴേക്കും അടുത്ത വണ്ടി ആ കാറിലിടിച്ചു. മനുഷ്യർ പറഞ്ഞു, ആരോ ഈ കാറിൽ കണ്ണിട്ടിട്ടുണ്ട്. മനുഷ്യരോട് സംസാരിച്ചു. മനുഷ്യൻ പറഞ്ഞു, ആരോ കണ്ണിട്ടിട്ടുണ്ട്, അതുകൊണ്ടാണ് ഈ കാർ ഇങ്ങനെ ഇടിച്ചുകൊണ്ടിരിക്കണേ. ആരോ മുട്ടൊഴിഞ്ഞിട്ടുണ്ട്, അതുകൊണ്ടാണ് ഈ കാർ ഇങ്ങനെ ഇടിച്ചുകൊണ്ടിരിക്കണേ. ഈ വ്യക്തി എൻ്റെ അടുത്ത് വന്ന് ഇങ്ങനെ വേദനയോട് പറയാൻ, പക്ഷേ അവരങ്ങനെയാ പറഞ്ഞു. ഇതെന്താ ഉണ്ടായെന്ന് കാരണം മനസ്സിലായോ? വേറെ ഒന്നുമല്ല, മനുഷ്യരോട് സംസാരിക്കുമ്പോൾ മനുഷ്യൻ ഇങ്ങനെയാണ് നമ്മൾ പറഞ്ഞു പറ്റിക്കുക. രണ്ട് അപകടം എന്തെങ്കിലും നമ്മുടെ ജീവിതത്തിൽ അടുപ്പിച്ച് വരുമ്പോഴേക്കും നമ്മൾ തകർന്നു പോകും. നമ്മുടെ വിശ്വാസമൊക്കെ തകർന്നു പോകും. നമ്മൾ ഈ പറയുന്ന ഈ കൈകൂപ്പി പിടിച്ച് നിൽക്കുന്നവരൊക്കെ അപ്പോഴേക്കും ഇതേ ഒന്നും അല്ലാണ്ടാവും. ഈ ഐസായിട്ട് ഇത് ഇങ്ങനെ അങ്ങോട്ട് വീഴും. രണ്ടെണ്ണം വന്നാൽ മതി. ഞാൻ ചോദിച്ചു, ഒരു മുറിയിൽ നിന്ന് കടന്നു പോകുന്ന സമയത്ത് കാല് ഒന്ന് മുട്ടി, കുഴപ്പമില്ല. വീണ്ടും അടുത്ത മുറിയിൽ പോയപ്പോൾ കാലൊന്ന് മുട്ടി. ഈ കാല് മുട്ടൊഴിഞ്ഞത് കൊണ്ടാണ് മുട്ടിയത്? അല്ലെങ്കിൽ ഈ കാല് ആരെങ്കിലും കണ്ടിട്ടുകൊണ്ടാണ് മുട്ടിയത്? ഒന്നും പറയാനില്ല. നമ്മുടെ ജീവിതം നമ്മൾ ചിന്തിച്ച് നോക്കുക. ഇങ്ങനെയുള്ള കുറേ സാഹചര്യങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ ഈ മനുഷ്യരോട് സംസാരിക്കുമ്പോൾ, നമ്മുടെ അടുത്തിരിക്കുന്ന അയൽവക്കക്കാര്, നമ്മുടെ കൂട്ടുകാരികളൊക്കെ സംസാരിക്കാൻ പോകുമ്പോൾ അവർ പറഞ്ഞു തരുന്ന ഉത്തരം ഇതൊക്കെ തന്നെയാണ്. അല്ലെങ്കിൽ പറയും, അവിടെ പൊക്കോ, അവിടെ പോയി കഴിഞ്ഞാൽ ഇതിനൊക്കെ ഉത്തരം കിട്ടും, അവിടെ പോയാൽ മതി. ഒരു സ്ഥലത്ത് നിങ്ങൾ പോകണ്ട. നിങ്ങൾ പോകേണ്ടത് ഇത് സക്രാരിയുടെ മുമ്പിലാണ്. ഈ സക്രാരിയുടെ മുമ്പിൽ സംസാരിക്കുമ്പോൾ ദൈവം അതിന് ഉത്തരം തരുന്നേ. ശിഷ്യര് ചെയ്തത് എന്താ? തോറ്റുപോയി എന്ന് മനസ്സിലായി, അല്ലെങ്കിൽ അവരൊന്നുമല്ല എന്ന് മനസ്സിലായി കഴിഞ്ഞപ്പോൾ അവർ ദൈവത്തിനോട് സംസാരിക്കാൻ തുടങ്ങി. ദൈവമേ, എന്താ പറ്റി എനിക്ക്? ഞങ്ങൾക്ക് എന്ത് പറ്റിയത്? ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റിയില്ലല്ലോ. എന്താ ഇത്? ഞങ്ങൾ പരീക്ഷ തോറ്റു. എത്ര തവണയാ എൻട്രൻസ് എക്സാം എഴുതിയത്? എൻ്റെ കുടുംബത്തിലെ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഈ ഭർത്താവിൻ്റെ ദുശീലം എന്താ മാറാത്തെ? അല്ലെങ്കിൽ എൻ്റെ കടബാധകൾ എന്താ മാറാത്തെ? ദൈവത്തോട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ആ വ്യക്തിയുടെ കഥ പറഞ്ഞ് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ ചോദിച്ചു, എത്ര നാളായി കുമ്പസാരിച്ച് കുറേ നാളായി. പിന്നെ എങ്ങനെയാണ്? വണ്ടി ഓടിക്കുന്നതിന് മുമ്പ് പ്രാർത്ഥിക്കാറുണ്ടോ? അതൊന്നുമില്ല. എപ്പോഴെങ്കിലും ഒരു ദൈവജനം അതിൽ വെക്കാറുണ്ടോ? അതുമില്ല. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അങ്ങനെ ചിന്തിച്ചു നോക്കി. ഇനി വേറൊരു കാര്യം, ആ വണ്ടി ആക്സിഡൻ്റായി വലിയ അപകടങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല. വേറെ അപകടങ്ങളൊന്നും സംഭവിച്ചില്ല. ചെറിയ തട്ടലേ പറ്റിയിട്ടുള്ളൂ. ജീവനോ അല്ലെങ്കിൽ ഒന്നും പറ്റിയിട്ടില്ല. നമ്മൾ അങ്ങനെയൊന്നും ചിന്തിക്കേണ്ടത്. ഇതൊന്നും നമ്മൾ ചിന്തിക്കില്ല. അപ്പോഴേക്കും ആരോ കണ്ണിട്ടു, ഞങ്ങളുടെ വളർച്ചയിൽ ആരോ മുട്ടൊഴിഞ്ഞു എന്ന് നമ്മൾ ഇങ്ങനെ ചിന്തിക്കും. നമ്മുടെ ജനങ്ങൾ ഇങ്ങനെയാ പറഞ്ഞുകൊണ്ടിരിക്കുക. നമ്മൾ അങ്ങനെ ആകാതിരിക്കുക. ദൈവത്തോട് സംസാരിക്കുക. സമയത്ത് ദൈവത്തിന് മുമ്പിലായിരിക്കുക. വചനമെടുത്ത് വായിക്കുക. ജപമാല ചൊല്ലുക. ഈ 3 കാര്യങ്ങൾ നമ്മൾ ചെയ്യണം.